രക്ഷോവരനായ രാവണൻ ചൊൽകയാൽ തൽക്ഷണേ വന്നു ശുകനാം നിശാചരൻ. പുഷ്കരേ നിന്നു വിളിച്ചു ചൊല്ലിടിനാൻ മർക്കടരാജനാം സുഗ്രീവനോടിതൗ. രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്കനി ഭാസ്കരസൂനോ പരാക്രമവാരിധേ. ഭാനുതനയനാം ഭാഗധേ അംബുധേ. വാനരരാജ മഹാകുലസംഭവ ആദിതേന്ദ്രസുതാനുജനാകയാൽ ഭ്രാതൃസമാനൻ ഭവാൻ മമ നിർണയം. നിന്നോടു വൈരമെനിക്കേതുമില്ല, മറ്റെന്നിൽ വിരോധം നിനക്കുമില്ലേതുമേ. രാജകുമാരനാം രാമഭാര്യാമഹം വ്യാജേന കൊണ്ടുപോന്നേനതിനെന്തു തേ. മർക്കടസേനയോടും അതിവിദ്രുതമു കിഷ്കിന്ധയാം നഗരിക്കു പൊയ്ക്കൊള്ളുക നീ. ദേവാദികളാലും അപ്രാപ്യമായോന്ന് കേവലം എന്നുടലങ്കാപുരമെടോ. അല്പസാരന്മാർ മനുഷ്യരും എത്രയും ദുർബലന്മാരായ വാനരയൂഥവും എന്തോന്നു കാട്ടും ഇതെന്നോടിവിടെ വന്നന്ധകാരം നിനച്ചിടായിക നീ വൃഥാ. ഇത്തം ശുഗോക്തികൾ കേട്ടു കവികുലം ഉദ്ധായ ചാടിപ്പിടിച്ചാരതിദ്രുതം. മുഷ്ടിപ്രഹരങ്ങളേറ്റു ശുകൻ അതിക്ലിഷ്ടനായേറ്റം കരഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ കാരുണ്യവാരിധേ. രമാനാഥ പരിത്രാഹി രഘുപതേ. ദൂതരെ കൊല്ലുമാറില്ല പണ്ടാരുമേ. നാഥ ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളണമേ. വാനരന്മാരെ നിവാരണം ചെയ്താശു മാനവവീര. അദോഹം പ്രപാഹിമാം. ഇത്തം ശുകപരിദേവനം കേട്ടൊരു ഭക്തപ്രിയൻ വരദൻ പുരുഷോത്തമൻ. വാനരന്മാരെ വിലക്കിനാനന്നേരമാനന്ദമുൾക്കൊണ്ടുയർന്നു ശുകൻ തഥാ ചൊല്ലിനാൻ സുഗ്രീവനോട്. ഞാൻ എന്തോന്നു ചൊല്ലേണ്ടതങ്ങു ദശഗ്രീവനോടതു ചൊല്ലിയിടുകെന്നതു കേട്ടു സുഗ്രീവനു ചൊല്ലിനാനാശു ശുകനോട് സത്വരം. ചൊല്ലുള്ള ബാലിയെപ്പോലെ ഭവാനെയും കൊല്ലണമാശു സപുത്രബലാന്വിതം. ശ്രീരാമപത്നിയെ കട്ടുകൊണ്ടിടിന ചോരനെയും കൊന്ന് ജാനകി തന്നെയും കൊണ്ടുപോകണമെനിക്കു കിഷ്കിന്ധയ്ക്ക്. രണ്ടില്ലതിനെന്നു ചെന്നു ചൊല്ലിടു നീ. അർക്കാത്മജോക്തികൾ കേട്ടു തെളിഞ്ഞളവർക്കാന്വയോത്ഭവൻ താനും അരുൾ ചെയ്തു. വാനരന്മാരെ ചുകനെ ബന്ധിച്ചുകൊണ്ടൂനമൊഴിഞ്ഞിങ്ങു കാത്തുകൊണ്ടിടുവിൻ. ഞാനുര ചെയ്തേ അയക്കാവിരുന്നതും ആനന്ദമോടരുൾ ചെയ്തു രഘുവരൻ. വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ടു ധീരത കൈവിട്ട് കാത്തുകൊണ്ടിടിനാർ. ശാർദൂല വിക്രമം പൂണ്ട കവിബലം ശാർദൂലനായ നിശാചരൻ വന്നു കണ്ടാർത്തനായി രാവണനോടു ചൊല്ലിടിനാൻ വാർത്തകളുള്ളവണ്ണം.
അതു കേട്ടൊരു രാത്രിഞ്ചരേശ്വരനാകിയ രാവണൻ ആർത്തി പൂണ്ടേറ്റവും ദീർഘചിന്താന്വിതമോ ചീർത്ത ഖേദത്തോടു ദീർഘമായേറ്റവും വീർത്തുപായങ്ങൾ കാണാഞ്ഞിരുന്നിരിനാൻ. തൽക്കാലമർക്കകുലോത്ഭവൻ രാഘവൻ അർക്കാത്മജാതി കപിവരന്മാരോടും രക്ഷോപരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ. എന്തുപായം സമുദ്രം കടപ്പാനെന്നു ചിന്തിച്ചു കൽപ്പിക്കാൻ നിങ്ങളെല്ലാരുമായി എന്നരുൾ ചെയ്ത് അതു കേട്ടവരേവരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാർ. ദേവപ്രവരനായോരു വരുണനെ സേവിക്ക വേണം, എന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. നന്നതു തോന്നിയതങ്ങനെ തന്നെ എന്നവരീരേ കിഴക്കു നോക്കി തൊഴുതന്നോജ ലോചനനാകിയ രാഘവൻ ദർഭവിരിച്ചു നമസ്കരിച്ചിരിനാൻ. അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടത്രയും 3 അഹോരാത്രം ഉപാസിച്ചിരിങ്ങനെ 3 ലോകത്തിനും നാഥനാം ഈശ്വരൻ. ഏതുമിളകീല വാരിധിയും അതിക്രോധേന രക്താന്തനേത്രനാം നാഥനും കൊണ്ടുവാ ശാപബാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം ഇന്നു പെരുവഴി മീളുന്നതല്ലെങ്കിൽ അർണവമോ ഭസ്മമാക്കി ചമച്ചിടുവൻ. മുന്നം മതീയ പൂർവന്മാർ വളർത്തതും ഇന്നു ഞാൻ ഇല്ലാതെയാക്കുവൻ നിർണയം. സാഗരമെന്നുള്ള പേരും വരന്നുള്ളിൽ ആകുലമെന്നിയേ വാഴുകിലെന്നുമേ നഷ്ടമാക്കിയിടുവൻ വെള്ളം കപികുലം പുഷ്ടമോദം പാദചാരേണ പോകണം എന്നരുൾ ചെയ്തു വില്ലും കുഴിയക്കുലച്ചർണവത്തോടരുൾ ചെയ്തു രഘുവരൻ. സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ ശിവീമുഖവിക്രമം ഭസ്മമാക്കിയിടുവൻ വാരാനിധിയെ ഞാൻ വിസ്മയമെല്ലാവരും കണ്ടു നിൽക്കണം. ഇതമോ രഘുവരൻ വാക്കുകേട്ട നേരം പൃഥ്വീരുഹങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞിതു. മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും അബ്ധിയും ക്ഷോഭിച്ചു മിട്ടാൽ കവിഞ്ഞു വന്നു തുംഗമായ തരംഗാവലിയോടും ത്രസ്തങ്ങളായി പരിതപ്തങ്ങളായി വന്നിതത്യുഗ്രനക്രതിമിച്ഛാദ്യങ്ങളും. അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും അപ്പതി ദിവ്യാഭരണ സമ്പന്നനായി 10 ദിക്കൂ നിറഞ്ഞോരു കാന്ത്യാ നിജഹസ്തങ്ങളിൽ പരിഗൃഹ്യരത്നങ്ങളും വിത്രസ്തനായി രാമപാദാന്തികേ വെച്ചു സത്രപമൂ ദണ്ഡ നമസ്കാരവും ചെയ്തു. രക്താന്തലോചനാകിയ രാമനെ ഭക്ത്യാ വണങ്ങി സ്തുതിച്ചാൻ പലതരവും. ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യപാലക ത്രാഹിമാം ത്രാഹിമാം വിഷ്ണു ജഗൽപതേ ത്രാഹിമാം ത്രാഹിമാം പൗലസ്ത്യനാശന ത്രാഹിമാം ത്രാഹിമാം രാമാ രമാപതേ. ആദികാലേത ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവടി സൃഷ്ടിച്ചിരേറ്റം ജഡസ്വഭാവങ്ങളായി. കഷ്ടം അതാർക്കു നീക്കാവൂ തവമതം. പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരെന്നെ നിർമ്മിച്ചതും
മുന്നേ ഭവന്നിയോഗ സ്വഭാവത്തെ ഇന്നന്യഥാകർത്തുമാറുള്ളത് ശക്തരായി. താമസോത്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭോ. താമസമല്ലോ ജഡത്വമാകുന്നതും കാമലോപാദികളും താമസഗുണം. മായാരഹിതനായി നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമവാനായി ചമഞ്ഞു ഭവാൻ. കാരണപുരുഷനായി ഗുണാത്മാവുമായി അപ്പോൾ വിരാട്ടിങ്കൽ നിന്നു ഗുണങ്ങളാൽ ഉൽപ്പന്നരായു ദേവാദികൾ തഥാ. തത്ര സത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ, തദ്രജോ ഭൂതങ്ങളായി പ്രജേശാദികൾ, തത്തമോത്ഭൂതനായി ഭൂതപതിതാനുമുത്തമ പുരുഷ. രമാദയാനിധേ മായയാച്ഛന്നനായി ലീലാമനുഷ്യനായി മായാഗുണങ്ങളെ കൈക്കൊണ്ട നാരദം. നിർഗുണനായി സദാചിദ്ഘനനായൊരു നിഷ്കലനായി നിരാകാരനായി ഇങ്ങനെ മോക്ഷദനാം നിൻ തിരുവടി തന്നെയും മൂർഖനാം ഞാൻ എങ്ങനെ അറിഞ്ഞിടുന്നു. മൂർഖജനങ്ങൾക്ക് സന്മാർഗപ്രാപകമോർക്കിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായതും ദുഷ്ടപശൂനാം യഥാലകുടം തഥാ ദുഷ്ടാനുശാസനം ധർമ്മം ഭവാദൃശാം. ശ്രീരാമദേവം പരം ഭക്തവത്സരം കാരണപൂരുഷം കാരുണ്യസാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം ശരണം ഗതോസ്മി ഞാൻ. രാമചന്ദ്രാഭയം ദേഹി മേ സന്തതം രാമാലങ്കാമാർഗമാശു ദദാമി തേ. യുദ്ധം വണങ്ങി സ്തുതിച്ച വരുണനോടുത്തമ പുരുഷൻ താനുമരുൾ ചെയ്തു. ബാണം മതീയമമോഘമതിന്നിഹ വേണമൊരു ലക്ഷ്യമെന്തതിനുള്ളതും വാട്ടമില്ലാതൊരു ലക്ഷ്യമതിന്നു നീ കാട്ടിത്തരേണമെനിക്കു വാരാനിധേ. അർണവനാഥനും ചൊല്ലിനാനന്നേരം അന്യൂന കാരുണ്യസിന്ധോ ജഗൽപതേ. ഉത്തരസ്യാം ദിശിമത്തീരഭൂതലേ ചിത്രദ്രുമകുല്ലദേശം സുഭിക്ഷതം. തത്ര പാപാത്മാക്കളുണ്ട് നിശാചരത്രയും പാരം ഉപദ്രവിച്ചിടുവോർ. വേഗാൽ അവിടേക്കയക്ക ബാണം തവ ലോകോപകാരകമാമതു നിർണയം. രാമനും ബാണമയച്ചാനതു നേരം ആമയം തേടിയിടും ആ ഭീരമണ്ഡലമെല്ലാം ഒടുക്കി വേഗേന ബാണം പോന്നു മെല്ലവേ തൂണീരവും ബുക്കിതരാൽ. ആ ഭീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തൽപ്രദേശം തഥാ. തൽക്കൂലദേശവും അങ്ങു തൊട്ടെത്രയും മുഖ്യ ജനപദമായി വന്നിതെപ്പോഴും സാഗരം ചൊല്ലിനാൻ സാദരമന്നേരം. ആകുലമെന്നിയേ മജ്ജലേ സത്വരം. സേതുബന്ധിക്ക നളനാം കവിവരൻ ഏതും അവനൊരു ദണ്ഡമുണ്ടായി വരാ. വിശ്വകർമാവിൻ മകനവനാകയാൽ വിശ്വശില്പക്രിയാ തൽപരനത്രയും. വിശ്വദുരിതാപഹാരിണിയായി തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കും എന്നു പറഞ്ഞു തൊഴുതു ഉടനബ്ധിയുമെല്ലേ മറഞ്ഞരുളിടിന. സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ചു സുഗ്രീവ ലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടനാജ്ഞയെ ചെയ്തു. സേതു സംബന്ധനേ തക്ഷണേ മർക്കട മുഖ്യനാകും നളൻ പുഷ്കരനേത്രനെ വന്ദിച്ചു സത്വരം.
പർവ്വതതുല്യ ശരീരികളാകിയ ദുർവാര വീര്യമിയെന്ന കവികളും സർവദിക്കിങ്കലിൽ നിന്നു സരഭസോ പർവ്വതപാഷാണ പാദപചാരങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങിത്തെരുതരേ കുണ്ടവിഹീനമൂ അടുത്തു തുടങ്ങിനാൻ നേരെ ശതയോജനായതമായുടൻ 5 യോജന വിസ്താരമാം വണ്ണം യുദ്ധമു പടുത്തു തുടങ്ങും വിധവു രാമഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരമെന്ന നാമമരുൾ ചെയ്തു. ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപകരായ ത്രിലോകഹിതാർത്ഥമായി പൂജിച്ചു വന്നിച്ചു ഭക്ത്യാ നമസ്കൃത്യ രാജീവലോചനൻ ഏവം അരുൾ ചെയ്തു. യാതൊരു മർത്യനിവിടെ വന്നാദരാൽ സേതുബന്ധം കണ്ട് രാമേശ്വരനെയും ഭക്ത്യാ ഭജിക്കുന്നതപ്പോളവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോടു വേർപെട്ടതിശുദ്ധനായി വന്നുകൂടും മമാനുഗ്രഹാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം. സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്ത് ഭൂദേശനാകിയ രാമേശ്വരനെയും കണ്ടു വണങ്ങി പുറപ്പെട്ടു ശുദ്ധനായി കുണ്ഠത കൈവിട്ട് വാരാണസി പുക്കു ഗംഗയിൽ സ്നാനവും ചെയ്തു ചിതശ്രമം ഗംഗാസലിലവും കൊണ്ടുവന്നാദരാൽ രാമേശ്വരൻ അഭിഷേകവും ചെയ്തഥ ശ്രീമത്സമുദ്രേ കളഞ്ഞു തൽഭാരവും മജ്ജനം ചെയ്യുന്ന മർത്യൻ എന്നോടു സായുജ്യം വരും അതിനില്ലൊരു സംശയം എന്നരുൾ ചെയ്തിതു രാമൻ തിരുവഴി നന്നായി തൊഴുതു സേവിച്ചിതെല്ലാവരും വിശ്വകർമാത്മജനാം നളനും പിന്നെ വിശ്വാസമോടു പടുത്തു തുടങ്ങിന വിദ്രുതമദ്രിഭാഷാണ തരുക്കളാൽ അതിനെ തീർന്നു 14 യോജന തീർന്നിത് 20 യോജന പിറ്റേന്നാൾ 3-ാം ദിനം 21 യോജന 4-ാം ദിനം 22 23 5-ാം ദിനം 5 നാൾ കൊണ്ട് ശതയോജനായതോ ചഞ്ചലമെന്നിയേ തീർന്നോരനന്തരം സേതുവിന്മേലെ നടന്നു കവികളുമാതങ്കഹീനം കടന്നു തുടങ്ങിനാർ. മാരുതി കണ്ഠേ കരേറി രഘൂത്തമൻ താരേയ കണ്ഠേ സുമിത്രാതനയനും ആരുഹ്യ ചെന്ന് സുബേലാചല മുകളേറിനാർ വാനരസേനയോടും ദ്രുതവും ലങ്കാപുരാലോകനാശയാ രാഘവൻ ശങ്കാവിഹീനം സുബേലാചലോപരി സംപ്രാപ്യ നോക്കിയ നേരത്തു കണ്ടിതു ചമ്പാരിതൻ പുരിക്കൊത്ത ലങ്കാപുരം സ്വർണമയധ്വജ പ്രാകാരതോരണപൂർണം മനോഹരം പ്രാസാദസങ്കുലം കൈലാസശൈലേന്ദ്ര സന്നിവ ഗോപുരജാല പരിഖശതഘ്നീസമന്വിതം പ്രാസാദമൂർധ്നി വിസ്തീർണദേശേ മുദാ വാസവതുല്യപ്രഭാവേന രാവണൻ രത്നസിംഹാസനേ മന്ത്രിഭിः സങ്കുലേ രത്നദണ്ഡാദഭദ്രൈരുപശോഭിതേ ആലവട്ടങ്ങളും വെൺചാമരങ്ങളും ബാലത്തരുണിമാരെ കൊണ്ടു വീച്ച് നീലശൈലാഭം ദശകിരീടോജ്വലം നീലമേഘോപമം കണ്ടു രഘൂത്തമൻ വിസ്മയവും കൈക്കൊണ്ട് മാനിച്ചു മാനസേ സസ്മിതം അനരന്മാരോട് ചൊല്ലിന മുന്നേ നിബദ്ധനായോരു ശുകാസുരൻ തന്നെ വിരവോടയക്കമടിയാതെ ചെന്നു ദശഗ്രീവനോട് വൃത്താന്തങ്ങളൊന്നൊഴിയാതെ
അറിയിക്ക വൈകാതെ എന്നരുൾ ചെയ്തത് കേട്ടു തൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിന.